ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ദിശ ഡിഫൻസ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇന്ത്യൻ എക്കണോമിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞെങ്കിലും വളരെ സിമ്പിളുമാണ് പഠിക്കാൻ. നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ഈസി ആയിട്ട് ഞാൻ അൺഎംപ്ലോയ്മെൻറ്റ് മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളും വരാൻ സാധ്യതയുള്ള MCQസും പറഞ്ഞുതരാം. നമുക്ക് ഈസിയായി പഠിച്ചാലോ? അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുന്നുള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് വളരെ സിമ്പിളാണ്. എ പേഴ്സൺ ഈസ് കോൾഡ് അൺഎംപ്ലോയ്ഡ് വെൻ ഹീ ഈസ് ഏബിൾ ടു വർക്ക്, വില്ലിംഗ് ടു വർക്ക്, ബട്ട് കനോട്ട് ഗെറ്റ് വർക്ക്. അതായത് ഒരു വ്യക്തി അദ്ദേഹം ജോലി ചെയ്യാൻ ക്യാപ്പബിളാണ്, ജോലി ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ഉണ്ട്, ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഫിസിക്കലി എല്ലാ തരത്തിലും ഫിറ്റാണ്, പക്ഷേ അയാൾക്ക് ജോലി കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ് എന്ന് പറയാം. അൺഎംപ്ലോയ്മെൻറ്റ് എക്സാമ്പിൾ പറയട്ടെ. ഒരു ഗ്രാജുവേറ്റ് ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുമല്ലോ, കുറേ ഗ്രാജുവേറ്റ്സ് ഇപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. ആ ഒരു അവസ്ഥയെ പറയുന്നവരാണ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രധാനമായിട്ടും 6 തരത്തിലുണ്ട്. എക്സ്ട്രാ 2 ടൈപ്പും ഉണ്ട്. പ്രധാനമായിട്ടുള്ളത് 6 തരത്തിലാണ്. ദർ ആർ 6 മേജർ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയാലോ? ആദ്യത്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ആദ്യത്തത് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. ഈ പേഴ്സൺ ഹാസ് നോ ജോബ് അറ്റ് ഓൾ. അതായത് എന്താ പറയുക, ഒരു പണിയില്ലാതെ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരില്ലേ, ജോലിയൊന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുന്ന, അങ്ങനെ തുറന്നു പറയാൻ ഒക്കെ ഒരു പണിയില്ല. അതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. തുറന്നു പറയാൻ ഒരു പണിയില്ല. ഇപ്പോൾ ഗ്രാജുവേറ്റ് വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് സിറ്റിംഗ് അറ്റ് ഹോം സെർച്ചിങ് ഫോർ വർക്ക്. അതായത് പണി അന്വേഷിച്ച് ചുമ്മാ ഇരിക്കുന്നതിനെ പറയുന്നതാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. അത് കംപ്ലീറ്റ്ലി ജോബ്ലെസ് ആയ അവസ്ഥ. ഇതാണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. അടുത്ത അൺഎംപ്ലോയ്മെൻ്റ് ആണ് സ്ട്രക്ചർ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് സ്ട്രക്ചർ അൺഎംപ്ലോയ്മെൻറ്റ്? ഞാൻ പറഞ്ഞില്ല. ഈ സ്ട്രക്ചർ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കേഴ്സ് ബിക്കോസ് ചേഞ്ച് ഇൻ എക്കണോമി. അതായത് ഇപ്പോഴത്തെ മെഷീൻസ് ഇപ്പോൾ AI ഒക്കെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ മെഷീൻസും ഇതൊക്കെ ഹ്യൂമൻസിൻ്റെ വർക്കിനെ റീപ്ലേസ് ചെയ്യുകയാണ്. അതായത് ഹ്യൂമൻസിൻ്റെ ഇപ്പോൾ ഫാക്ടറീസിലും അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഹ്യൂമൻസിൻ്റെ സ്കിൽസ് ഇപ്പോൾ അത്യാവശ്യമില്ല. കാരണം മെഷീൻസ് ആ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സ്കിൽസിന് ആവശ്യമില്ലാതാകുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടും. ഇങ്ങനെ നഷ്ടപ്പെടുന്നത്, അതായത് ഈ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം നഷ്ടപ്പെടുന്നതിനാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ജോലി നഷ്ടപ്പെടുന്നവരാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. മെഷീൻ റീപ്ലേസ് വർക്ക്സ് ഇൻ ഫാക്ടറീസ്, കീ പോയിന്റ് എക്കണോമിക് ചേഞ്ചസ് ആണ്. അപ്പോൾ സ്കിൽസ് നോ ലോങ്ങർ നീഡഡ്. അപ്പോൾ സ്കിൽസ് ഒന്നും ഇനി ആവശ്യമില്ല. ഇങ്ങനെ ജോലി നഷ്ടപ്പെടുന്നതാണ് എന്ത് പറയുക? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയാം. എല്ലാവർക്കും മനസ്സിലായി തരുന്നു. നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്? ഒരു മിനിറ്റ്, ഞാൻ മാർക്ക് ചെയ്യാം. സോറി. എന്താ ശരിയാവട്ടെ, ഒരു മിനിറ്റ്, എന്തോ പറ്റി. എന്താണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്? ടെമ്പററി അൺഎംപ്ലോയ്മെൻറ്റ് വൈൽ ചേഞ്ചിങ് ജോബ്സ്. അതായത് ഇപ്പോൾ ഒരാൾ വേറെ ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിൽ 2 മാസം കഴിഞ്ഞ് അടുത്ത ജോലിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അടുത്ത ജോലി അങ്ങനെ വേറെ കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് ഒരു ഷിഫ്റ്റിംഗ് ഗ്യാപ്പ് വരുമല്ലോ. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിക്ക് പോകുമ്പോൾ അടുത്ത കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ 2 മാസം കൊണ്ട് ജോയിൻ ചെയ്താൽ മതി, ഒരു മാസം കൊണ്ട് ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെ പറയുമല്ലോ. ഈ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ വരുമല്ലോ, ആ സമയത്തേക്ക് ജോലിയില്ലല്ലോ. ഇതിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഈ ഷോർട്ട് ടൈം അതായത് ഈ ഷോർട്ട് ടൈമിലായിട്ട് അയാൾ ഈ വേറെ കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് കയറാനുള്ള ഈ സമയത്തേക്ക് ഷോർട്ട് ടൈം ആയിട്ട് അൺഎംപ്ലോയ്ഡ് ആവുന്നു. ഷോർട്ട് ടൈം അൺഎംപ്ലോയ്മെൻറ്റ് ഇങ്ങനെ എ പേഴ്സൺ ലീവ്സ് വൺ കമ്പനി ജോയിൻസ് അനദർ ആഫ്റ്റർ 2 months. ഈ 2 months അയാൾ അൺഎംപ്ലോയ്ഡ് ആണല്ലോ. ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് പറയുക. ഇത് ഹാപ്പൻസ് ബിറ്റ്വീൻ 2 jobs. 2 ജോലിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി തരുന്നു. നമുക്ക് 4ാമത്തെ അൺഎംപ്ലോയ്മെൻറ്റ് പഠിക്കാം. അതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ഒരു മിനിറ്റ്. എന്താണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്? എ പേഴ്സൺ ഈസ് വർക്കിംഗ് ബിലോ ഹിസ് ക്യാപ്പബിലിറ്റി. അതായത്
പുള്ളിയുടെ കഴിവിനനുസരിച്ചുള്ള ജോലിയല്ല പുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ വ്യക്തികളൊക്കെ ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ അവർ വളരെ താഴ്ന്ന രീതിയിൽ അവരുടെ എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ താഴ്ന്നൊരു ജോലി ചെയ്യുന്നുണ്ടാവുമല്ലോ. ഈ അവസ്ഥയിലാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആൻ എഞ്ചിനീയർ ഗ്രാജുവേറ്റ് വർക്കിംഗ് ആസ് എ വെയിറ്റർ. എഞ്ചിനീയർ ഗ്രാജുവേറ്റൊക്കെ വെയിറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ. സോ അങ്ങനത്തെ അത്രയും ഒരു ദയനീയ അവസ്ഥയാണത്. സോ അങ്ങനെ സ്വന്തം കഴിവും ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ട് പോലും അതിനൊന്നും പറ്റുന്നൊരു ജോലി കിട്ടാഞ്ഞിട്ട് താഴ്ന്ന ജോലി ചെയ്യേണ്ട അവസ്ഥ, അതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ നമുക്കിത് പറയാം. ഇതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കീ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ ഹാസ് വർക്ക്, അതായത് പണിയുണ്ട് പക്ഷേ ടാലൻറ്റ് ഈസ് അണ്ടർ യൂസ്ഡ്, പുള്ളിയുടെ ടാലൻറ്റ് യൂസ് ചെയ്യുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയെ പറയുന്നവരാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. നമുക്ക് ജോലി മാത്രമായിട്ട് കാര്യമില്ല, നമ്മുടെ സ്കില്ലിനും നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ജോലി വേണം. സോ അതും കൂടി മെൻഷൻ ചെയ്യുന്നതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സോ അടുത്താണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. മോർ പീപ്പിൾ ആർ വർക്കിംഗ് ദാൻ ആക്ച്വൽ നീഡഡ്. അതായത് ആക്ച്വലി അവരുടെ ആവശ്യമേ ഇല്ല, പക്ഷേ അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അത് എസ്പെഷ്യലി ഉള്ളത് ഫാമിങ്ങിലാണ്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ ഒരു വലിയ ഫാം ഉണ്ടെന്ന് വെച്ചോ, ആ ഫാമിൽ 2 പേർക്കേ അവിടെ പണിയുള്ളൂ, 2 പേരുടെ പണിയുടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ പണിക്കെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 2 പേരെ അവിടെ പണിക്ക് വേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആ ഫാമിലിയിൽ മൊത്തം അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും ഉണ്ടെങ്കിൽ അത് 5 പേര് അവിടെ പണിയെടുക്കും. പക്ഷേ ഒരു 5 പേര് പണിയെടുത്താലും പ്രൊഡക്ട്സിന്, അതായത് അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്കമ്മിന് വ്യത്യാസം ഉണ്ടാവില്ല, അത് സെയിം ആയിരിക്കും. അതുപോലെ 2 പേര് പണിയെടുത്താലും ഉണ്ടാവില്ല, 5 പേര് പണിയെടുത്താലും ഉണ്ടാവില്ല, അതെപ്പോഴും സെയിം ആയിട്ടിരിക്കും. പക്ഷേ ഇവർ 5 പേര് അവിടെ പണിയെടുക്കും. സോ അപ്പോൾ ഈ എക്സ്ട്രാ 3 പേർക്ക് അവിടെ പ്രത്യേകിച്ച് റവന്യൂ ഒന്നുമില്ല, കാരണം ഈ 2 പേരുടെ റവന്യൂ അവിടെ കിട്ടുന്നുള്ളൂ. സോ ഇങ്ങനെയുള്ള അൺഎംപ്ലോയ്മെൻ്റാണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുക. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഈ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാമിങ്സ് ആണുള്ളത്. ഈ ഫാമിങ്സിൽ എല്ലാവരും ഫാമിലി ഫുള്ളാണ് വർക്ക് ചെയ്യുക. സോ അത്രയും പേരുടെ ആവശ്യം അവിടെ വർക്കിങ്ങില്ല, എന്നിട്ടും അവരത് വർക്ക് ചെയ്യുന്നു. സോ ഇഫ് 3 people ലീവ് പ്രൊഡക്ഷൻ റിമെയിൻസ് സെയിം. ഇതാണ് ഇവിടുത്തെ കീ പോയിൻറ്റ്. ഇഫ് 3 people ലീവ് പ്രൊഡക്ഷൻ റിമെയിൻസ് സെയിംസ്. കീ പോയിൻറ്റ് മോസ്റ്റ്ലി ഇൻ അഗ്രികൾച്ചർ ഹിഡൻ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതാർക്കും മനസ്സിലാത്ത രീതിയിൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. കാരണം വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ പണിയുണ്ടോ, ശമ്പളം അങ്ങനെ ഔട്ട്കം ഒത്തായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഏണിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അടുത്തതാണ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് അതായത് വർക്ക് അവൈലബിൾ ഓൺലി ഡ്യൂറിങ് സർട്ടൻ സീസൺ. അതായത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ എന്താണ് ചില സമയങ്ങൾ, അതായത് ചില സീസണിൽ മാത്രമേ അവർക്ക് വർക്ക് ഉണ്ടാവുള്ളൂ, എല്ലാ സമയത്തും ഫുൾ പണിയായിരിക്കും, ഫുൾ ഫ്രീ ആയിരിക്കും. ഇപ്പോൾ അത് ഫാം വർക്കേഴ്സിന് അത് എക്സാമ്പിളാണ്. കാരണം ഫാം വർക്കേഴ്സ് ഗെറ്റ് വർക്ക് ഓൺലി ഡ്യൂറിങ് ഹാർവസ്റ്റിംഗ് സീസൺ. അതായത് വിളവെടുപ്പ് സമയങ്ങളിലും വിളവെടുക്കുന്ന സമയത്ത് മാത്രമേ അവർക്ക് പണിയുള്ളൂ, അല്ലാത്ത സമയത്ത് അവർക്ക് പണിയൊന്നുമില്ലല്ലോ. സോ ഈ ഹാർവസ്റ്റിംഗ്, ഈ വിള സമയത്ത് മാത്രം പണിയുള്ള ആൾക്കാരാണ് ഫാർമേഴ്സ്. സോ അതും ഒരു സീസണിൽ അൺഎംപ്ലോയ്മെൻറ്റിൽ പെടും. അതായത് അവർക്ക് ആ ടൈമിൽ, ആ ഡ്യൂറിങ് സർട്ടൻ സീസണിൽ മാത്രമേ പണി ഉണ്ടാവുള്ളൂ. സിമ്പിൾ പോയിൻ്റ് അല്ലേ? സോ എന്താണ് ഫാം വർക്കേഴ്സ് ഗെറ്റ് വർക്ക് ഓൺലി ഡ്യൂറിങ് ഹാർവസ്റ്റിംഗ് ടൈം. കീ പോയിൻറ്റ് കോമൺ ഇൻ അഗ്രികൾച്ചർ വർക്ക് ഓൺലി സം മന്ത്സ്. അതായത് കുറച്ച് മന്ത്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. കീ പോയിൻറ്റ് എന്താണ്? വർക്ക് ഓൺലി സം മന്ത്സ്, കോമൺ ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് വരുന്നു. ഇനിയുള്ളത് ഇതാണ് മേജർ, ആ 6 മേജർ അൺഎംപ്ലോയ്മെൻറ്റ്സ് ആണ്. ഇത് അടുത്ത കുറച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ നമുക്ക് നോക്കണം. ഓക്കെ, സോ അടുത്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് എക്കണോമിക് സ്ലോ ഡൗൺ, റിസഷൻ ഓർ ഡിപ്രഷൻ ഇൻ ദ എക്കണോമി. അതായത് ഇതെങ്ങനെയാണെന്ന് നമുക്കതറിയോ? ഒക്കേഴ്സ് ബിക്കോസ് അത് എക്കണോമി സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ, അതായത് റിസഷനും ഡിപ്രഷനും. റിസഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മാന്ദ്യം, ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ സാമ്പത്തിക മാന്ദ്യം. ഇങ്ങനെ സാമ്പത്തിക മാന്ദ്യം സംഭവിക്കുന്ന സമയത്ത് എക്കണോമി സ്ലോ ഡൗൺ ചെയ്യും, എക്കണോമി പതുക്കെയാവും. ഇങ്ങനെ പതുക്കെയാണ് സമയത്ത് ഇത് എന്താവും, വർക്കേഴ്സിന് ജോലി നഷ്ടപ്പെടാൻ സാഹചര്യമാവും. പക്ഷേ ഇതൊരു ടെമ്പററി ആണ്. ഓക്കെ, ഇതൊരു ടെമ്പററി നഷ്ടപ്പെടലാണ്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചവർക്ക് പെട്ടെന്ന് തന്നെ ജോലിക്ക്, കാരണം സാമ്പത്തിക മാന്ദ്യമൊക്കെ പെട്ടെന്ന് മാറുമല്ലോ, അപ്പോൾ തന്നെ അവർക്ക് തിരിച്ച് ജോലി കയറാനുള്ള അവസരമുണ്ട് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റിന്. ഓക്കെ, ഇത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അവർക്ക് ജോലി നഷ്ടപ്പെടുകയും പിന്നെ അത് മാറുമ്പോൾ തിരിച്ച് ജോലിക്ക് കയറുകയും ചെയ്യുന്നു. സോ ഇതാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ്. അടുത്തതുള്ളത് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. സോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കേഴ്സ് വെൻ മെഷീൻസ് ഓർ മോഡേൺ ടെക്നോളജി റീപ്ലേസ്. ഇതിപ്പോൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് പോലെ തന്നെയാണ് ഇതൊക്കെ. ഓക്കെ, അതായത് ഈ മെഷീൻസും മോഡേൺ ടെക്നോളജിയൊക്കെ ഹ്യൂമൻ ലേബർ റീപ്ലേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പണിയില്ലാണ്ടാവും. അതായത് പുതിയ മെഷീൻസും പുതിയ മെത്തേഡ്സും പുതിയ AI ടെക്നോളജിയൊക്കെ വരുന്ന സമയത്ത് ആ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യന്മാർക്ക് പണിയില്ലാണ്ടാവും.
അതുമാണ് ടെക്നോളജിക്കൽ എംപ്ലോയ്മെൻറ്റും അതാണ്, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റും അതാണ്. അതിപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീൻസ്, അതായത് ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് മെഷീൻ റീപ്ലേസിങ് ഫാക്ടറി. സോ ഇതും അങ്ങനെ തന്നെയാണ്. ഇത് ഏകദേശം ടെക്നോളജിക്കലും സ്ട്രക്ചറിലൊക്കെ ഏകദേശം ഒരുപോലെയാണ്. ഓക്കെ, അപ്പോൾ ഇത്ര അൺഎംപ്ലോയ്മെൻ്റ് ആണ് മൊത്തം ഉള്ളത്. സോ നമുക്കിനി MCQ ചെയ്ത് നോക്കിയാലോ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാ MCQ ഞാൻ ഡിജിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്ക് മൊത്തം ചെയ്ത് നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ: the unemployment that occurs due to changes in economy or in the demand of particular product is called. അതായത് എക്കണോമി ചേഞ്ച് ആവുന്ന സമയത്ത്, ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എക്കണോമി ചേഞ്ച് ആവുന്ന സമയത്ത് അവർക്ക് എന്താണ് പർട്ടിക്കുലർ അതായത് ഈ ഒരു ഇത് കാരണം ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ, എക്കണോമി ചേഞ്ച് ആവുന്ന സമയത്ത്. അത് ഏത് നമ്മൾ പഠിച്ചാണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമ്മൾ പഠിച്ചത്, ഓർമ്മല്ലേ? എക്കണോമി ചേഞ്ച് ആവുന്ന സമയത്ത് എന്താണ്? occurs due to changes in technology or in the demand of particular product is called structural unemployment. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമുക്കറിയുന്നതാണ്, ഈസിയാണ്. ഓക്കെ, അടുത്ത് 50ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മൾ പഠിച്ചതല്ലേ ഓൾറെഡി. സോ അടുത്ത് 15 unemployment which occurs when workers move from one job to another job is known. അതായത് ഈ കുറച്ച് സമയം നമ്മൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ, ഒരു കമ്പനിയിൽ നിന്ന് അടുത്ത കമ്പനിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കുറച്ച് സമയം ഗ്യാപ്പ് വരുമല്ലോ. ഈ ഗ്യാപ്പിൽ അവർക്ക് പണിയില്ലാണ്ടാവുന്ന സമയം ആവശ്യം എന്താ പറയുക, ഇങ്ങനത്തെ അവസ്ഥ പറഞ്ഞതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഇത് നമ്മൾ പഠിച്ചാണ്, ഈസി അല്ലേ? ഇത് നമ്മൾ ഇപ്പോൾ തന്നെ സോൾവ് ചെയ്തല്ലേ? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 51. എന്താണ് 51? when the productive capacity of the economic system of a state inadequate to create sufficient number of jobs it is called. അതായത് ഇപ്പോൾ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ എക്കണോമിക്, അതായത് ഈ കപ്പാസിറ്റി, നമ്മുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എക്കണോമിക് ഇപ്പം എന്താ പറയുക, ഈ ഇൻഡിക്കേറ്റ്, അതായത് സിസ്റ്റം ചേഞ്ച് ആവുന്ന സമയത്തുള്ള എക്കണോമിക് ചേഞ്ചസ് സംഭവിക്കുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റീവ് സഫിഷ്യൻറ്റ് നമ്പേഴ്സ് ജോബ്സിന് ആവശ്യമില്ലാതെ വരികയും അങ്ങനെ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിന് നമുക്ക് 2 ഉത്തരവുണ്ട്. കാര്യം സ്ട്രക്ചറിലും പറയാം, സൈക്ലിക്കലും പറയാം. കാര്യം ഒന്നുകൂടി, പക്ഷേ ഇത് ഇൻഡിക്വേറ്റ് ടു ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഈസ് ഇൻഅഡക്വേറ്റ് ടു ക്രിയേറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതായത് ഒരു പെർമനൻ്റ്, അതായത് ലോങ് ടൈമിലായിട്ടാണ് കാണിക്കുന്നത്. ഈ ലോങ് ടൈമിലേക്കുള്ള ജോലി നഷ്ടപ്പെടലൊക്കെ, അതായത് ഈ ടെക്നോളജി കാരണം, അതായത് എക്കണോമിക് ചേഞ്ച് കാരണമുള്ള ജോലി നഷ്ടപ്പെടലൊക്കെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടാണ് കൂട്ടുക. ഈ ഷോർട്ട് ടൈമിലേക്കുള്ള റിസഷൻ ഇതൊക്കെ കാരണം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആണ് സൈക്ലിക്കലായിട്ട് കൂട്ടുക. സോ എനിക്ക് 2 ആൻസർ ഉണ്ട്. ബുക്കിൽ കൊടുത്തിരിക്കുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് എന്നാണ്, പക്ഷേ ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത്, അതെനിക്ക് ബുക്കിൽ മിസ്റ്റേക്കാണെന്ന് എൻ്റെ വിശ്വാസം. കാര്യം ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇതൊരു ആൻസർ നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞു തരിക. ഓക്കെ, ഓപ്ഷൻ കമൻസിൽ പറഞ്ഞാൽ മതി. സോ നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, അടുത്ത് the type of unemployment is mostly found in India can be characterized as. ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ഇതാണ്. സിമ്പിളാണ്, ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഞാൻ പറഞ്ഞാണ്, ഡിസ്ഗ്യൂസ്ഡ് പറഞ്ഞപ്പോഴും പറഞ്ഞാണ്. ഡിസ്ഗ്യൂസ്ഡ് എന്താണ്? 2 പേര് പണിയെടുക്കുന്ന സ്ഥലത്ത് 5 പേര് പണിയെടുക്കുക, ആവശ്യമില്ലാതെ പണിക്കാർ. ഓക്കെ, അതാണ് ഡിസ്ഗ്യൂസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ ഞാനിപ്പോൾ കൊടുത്ത ക്വസ്റ്റ്യൻ്റെയൊക്കെ ആൻസേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഞാനിപ്പോൾ ഇത് പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നല്ലോ. സോ അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഉണ്ടാകുന്ന തോന്നുന്നില്ല. സോ ഇനിയിപ്പോൾ വേണ്ടവർക്ക് നോക്കി ഒന്നുകൂടി വായിച്ചു നോക്കാം. ഓക്കെ, ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ. ഇത് ആവശ്യമുള്ളവർ നോക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് മുഴുവൻ പഠിച്ചു, MCQs ചെയ്തു, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈസിയാണ്. സോ ചാനൽ ഇനിയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഫോളോ ദിശ ഡിഫൻസ് അക്കാദമി. സോ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.